അങ്ങനെ നമ്മളത്തെ ആദ്യത്തെ കൊല്ലം ട്രിപ്പ് തുടങ്ങുകയാണ്. നമ്മളിതാ കാണുന്ന പച്ച വണ്ടിയിലാണ് പോകുന്നത്. ഞാനും 3 കൂട്ടുകാരും കൂടെ പോണത്. അങ്ങനെ വണ്ടി കയറി വണ്ടിയെല്ലാം സ്റ്റാർട്ടാക്കി. കണ്ടോ, ലോഡ് കണ്ടോ? വണ്ടിയെല്ലാം സ്റ്റാർട്ടാക്കി വണ്ടി എടുത്ത് ഇതാ പോവാണ്. അങ്ങനെ നമ്മൾ നേരെ ചടയമംഗലം വഴിയാണ് പോകുന്നത്. ഇവനാണ് ഓടിക്കുന്നത്, ഇത് വേറൊരു കൂട്ടുകാരൻ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ചാനലിലെ ആദ്യത്തെ കൊല്ലം ട്രിപ്പ് തുടങ്ങി. അങ്ങനെ പോയി നമ്മൾ MC റോഡ് വഴി നേരെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ദിവസമാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ടോ, ഈ അമ്പലം കണ്ടോ? സൂപ്പർ ഒരു അമ്പലമല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. നല്ലൊരു സ്പോട്ടാണ്, എല്ലാവർക്കും പോയിരിക്കാനും ഒരു സമാധാനമുള്ള സ്പോട്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ നമ്മൾ കൊണ്ടുപോയ ലോഡ്. ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ജസ്റ്റ് എടുത്തതാണ്. ഈ കടയിലും വലിയ കോമഡിയായിരുന്നു. ഈ മാമന്മാർ രണ്ടുപേരും കൂടെ വഴക്കായിരുന്നു ഒരു ചായയുടെ. അതെല്ലാം കേട്ട് ചായയും കുടിച്ചു. ഞങ്ങൾ പയ്യെ ചായയൊക്കെ കുടിച്ച് ഒരു ബെറോട്ടയും തിന്നു. ഒരു ബെറോട്ടയും തിന്നു പയ്യെ ലോഡുള്ള സ്ഥലത്തേക്ക് അടുത്ത് ഇറങ്ങി. അവിടെ ചെന്ന് ആ പാവപ്പെട്ടവൻ ഒറ്റയ്ക്ക് ലോഡിറക്കുന്നുണ്ടോ? ഞാനും മറ്റവനും മാറിയിരുന്നു. അവൻ ഒറ്റയ്ക്ക് ലോഡിറക്കുന്നു, പാവം. എന്നിട്ട് അവൻ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് എനിക്ക് വയ്യായിരുന്നു. ഞാൻ ഗുളികയും ഒക്കെ കഴിച്ച് ഒരു പാരസെറ്റമോളിൻ്റെ ഫുൾ സ്റ്റെപ്പ് വാങ്ങിച്ചു. എന്നിട്ട് അടുത്തത് ഇറക്കാൻ വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടുത്തെ ആ ലോഡിറക്കിയ സ്ഥലമാണിത്. പിന്നീട് ഞങ്ങളുടെ യാത്ര കൊല്ലത്തേക്കായിരുന്നു. ഡയറക്റ്റ് കൊല്ലം. കണ്ടോ അവിടെയുള്ള കാഴ്ചകൾ? കൊല്ലത്തെ സൂപ്പർ കാഴ്ചകളാണ്. പാലത്തിലൂടെയുള്ള കായലിൻ്റെ കാഴ്ച. കായൽ മനോഹരമാണല്ലേ? നമ്മൾ എത്ര വട്ടം കണ്ടാലും മതി വരില്ല. കടലും കായലും സെറ്റ് സ്പോട്ടായിരുന്നു അവിടെ. പക്ഷേ വലിയ വണ്ടിയായിട്ട് നിർത്തി കാണാനൊന്നും ഒക്കത്തില്ലെന്ന് അവൻ തീർത്തും പറഞ്ഞു. അല്ലെങ്കിൽ നിർത്തി കാണാമായിരുന്നു. ഞാൻ അത് ഫുൾ വീഡിയോ എടുത്തു. ആ കായലിൻ്റെ നല്ല രസമുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ ചവറ പാലത്തിലേക്കാണ് കയറിയത്. നോക്കിയേ, ഇവിടെ എന്തൊക്കെ പണി നടക്കുക. നല്ല രീതിയിൽ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ബ്ലോക്കും ഒരുവിധം കഴിഞ്ഞു. അവൻ ബ്ലോക്കൊക്കെ നോക്കി ഓടിക്കുക. ഞങ്ങൾ ഇരുന്ന് കാഴ്ചകളെല്ലാം കണ്ടു. അങ്ങനെ നമ്മളെ കൊല്ലത്തെത്തി. നോക്കിക്കേ, ഒരു വാളയാർ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? കൊല്ലത്തും ഉണ്ട് ഒരു വാളയാറെന്ന് തോന്നിപ്പോയി. എല്ലാ ലോറികൾ മൊത്തം തമിഴ്നാട് ലോറികളൊക്കെ. ബ്ലോക്ക് കണ്ടോ? ഭയങ്കരമായ ബ്ലോക്കാണ്. ഈ ബ്ലോക്കിനിടയിലൂടെയാണ് ആ പാവപ്പെട്ടവൻ വണ്ടി ഓടിക്കുന്നത്. അതിനിടെ കാറുകാരും സ്കൂട്ടറുകാരും ഇടയിൽ കൂടെ കൊണ്ടിടും. ഇവൻ ഈ വലിയ വണ്ടിയും കൊണ്ട് എങ്ങനെയാണോ എന്തോ പോകുന്നത്. ഈ അവിടെ ഒരു വലിയ വണ്ടി കണ്ടോ? ഇത് കണ്ടോ? കൊല്ലത്ത് നമ്മൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് വാളയാർ ഓർമ്മ വന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കണമെന്ന് അവർക്ക് രണ്ടുപേർക്കും ആഗ്രഹം. അങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ഒരു 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നുന്നു. അങ്ങനെ മന്തി വാങ്ങിച്ചു. അവിടെ ഞങ്ങൾ മാത്രമാണ് കയ്യിൽ കൊടുത്തുകൊണ്ട് കയറിയത്. മന്തി വാങ്ങിച്ചു. അവിടെ നിന്ന് കഴിച്ച് നേരെ ഒരു ഓട്ടോയിൽ തിരിച്ച് ഞങ്ങളെ സ്പോട്ടിലേക്ക് പോവുക. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഓട്ടോ വിളിച്ചത്. നന്മ മരങ്ങളാണവന്മാർ. അപ്പോഴത്തേക്ക് ലോഡെല്ലാം കഴിഞ്ഞിരുന്നു. വണ്ടിയിൽ ഫുൾ ലോഡും വണ്ടിയിലെ ലോഡെല്ലാം ഇറക്കി. അടുത്ത ഞങ്ങൾ തിരിച്ച് യാത്ര തുടങ്ങി. തിരിച്ചുള്ള യാത്ര ഞാൻ അറ്റത്തെ സീറ്റ് തന്നെ ആ യാത്രയിലും പിടിച്ചു. വീഡിയോ എടുക്കണം വ്യാജേനയായിരുന്നു, എന്നാലും വീഡിയോ എടുത്തു. അങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. നമ്മൾ ഈ ലോറിയിലിരുന്ന് കാണാൻ നല്ല രസമാണ്. പൊക്കപ്പുറത്തിരുന്ന് നോക്കുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദൂരമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ചായ കുടിക്കണമെന്ന മൈൻഡിലായി. അപ്പോഴത്തേക്കും അവൻ പറഞ്ഞു അടുത്ത സ്ഥലമുള്ളിടത്ത് നിർത്താം. പാട്ടൊക്കെ പാടിയാണ് ഓടിക്കുന്നത്. കണ്ടോ, ഭയങ്കര പ്രൊഫഷണലാണെന്ന് പറഞ്ഞാൽ ഓട്ടിപ്പ് 2-3 കുഴിയിലൊക്കെ ഇട്ടെങ്കിലും ആളിച്ച് പ്രൊഫഷണലാണ്. അത് പറയാതിരിക്കാൻ ഒക്കില്ല. അത്യാവശ്യം ഓട്ടിക്കും അവൻ. അങ്ങനെ അവന് ഞങ്ങളെല്ലാം കൂടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ചായ കുടിക്കാൻ ഇറങ്ങിയ സ്പോട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതാണ് സ്പോട്ട്. പക്ഷേ അതിൻ്റെ ഇപ്പുറത്തെ സ്പോട്ട് കണ്ടോ? ഫുൾ കാട്. ഒരു കാട് വൈബ് ഏരിയ. ആരെങ്കിലും കൊണ്ടുപോയാൽ പോലും അറിയില്ല. അങ്ങനെ രാത്രിയായി. നമ്മൾ ആയൂർ റോഡിലെത്തി. കണ്ടോ വണ്ടി പോണത്? രാത്രി ആയാലും ഈ റോഡിന് മാത്രം തിരക്കുറവൊന്നുമില്ല. നിരന്ന് എപ്പോഴും വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഈ റോഡിന് എന്താണെന്തോ ഒരു തിരക്കുറവില്ലാത്ത. ഇനി എന്തെങ്കിലും വല്ല ഓവർ ബ്രിഡ്ജോ മേൽപ്പാലമൊക്കെ വരുമ്പോൾ തിരക്ക് കുറയുമായിരിക്കുമല്ലേ. കണ്ടോ, നല്ല തിരക്കുണ്ട്. അങ്ങനെ ഈ തിരക്കെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. തിരിച്ച് കടക്കലെത്തി. വണ്ടി എവിടെ നിന്നാണോ എടുത്ത് അവിടെ തന്നെ എത്തി. കടക്കലമ്മയുടെ മുമ്പിൽ തിരിച്ച് നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ആണ് ഇനി ഉള്ള കാഴ്ചകൾ. അവൻ ടാർപ്പയൊക്കെ ഇട്ട് മൂടി വണ്ടി ബാക്കെല്ലാം സെറ്റാക്കി അവിടെ ഇട്ടു. ഞാനൊരു കൂട്ടുകാരനും കൂടെ വന്നതെന്ന് പറഞ്ഞില്ലേ. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അങ്ങനെ അവൻ പോയി ബൈക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഗ്രൗണ്ടിൻ്റെ സൈഡിൽ വെച്ചേക്കായിരുന്നു. ആ ബൈക്കിൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക്. ഇത്രയായിരുന്നു ഇന്നത്തെ കൊല്ലം യാത്ര. ഓ മൈ ഗോഡ്സ്, നല്ല ക്ഷീണമുണ്ട്. ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങണം. ഓക്കെ ഗൈസ്, ഗുഡ് ബൈ.